നേപ്പാളിലെ ആഭ്യന്തര സംഘർഷത്തെക്കുറിച്ച് ചോദിച്ചാലും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. ശബരിമല കൊള്ളയടിച്ചേ, ശബരിമല കൊള്ളയടിച്ചേ. ഒരുപക്ഷെ സ്വന്തം പ്രവൃത്തിയിലെ കുറ്റബോധം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറന്തള്ളി വരുന്നതാകാം. ശബരിമലയുടെ മറവിൽ ധൂർത്തും അഴിമതിയും നടമാടിയത് കോൺഗ്രസ് ഭരണ കാലയളവിലാണ്. പ്രതികളെ രക്ഷിച്ച UDF ഇന്നും അവർക്കൊപ്പമാണ്. ശബരിമലയിലെ കോൺഗ്രസ് അഴിമതികളുടെ നാളുകളിലേക്ക് ഒന്ന് കടന്നു പോവാം. 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉള്ള അഴിമതിയായിരുന്നു ബെയിലി പാലം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.15 കോടി രൂപ നഷ്ടമായ പദ്ധതി. ശബരിമലയിലെ തിരക്ക് ഒഴിവാക്കാനെന്ന പേരിലായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത്. അന്ന് കേന്ദ്ര UPA സർക്കാരിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി ആയിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഉപേക്ഷിച്ച ബെയിലി പാലത്തിന്റെ അവശിഷ്ടം സൗജന്യം എന്ന് പറഞ്ഞാണ് ശബരിമലയിൽ എത്തിച്ചത്. എന്നാൽ ലോറി വാടകയടക്കം 15 ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് നൽകേണ്ടി വന്നു. സന്നിധാനത്തിന് പുറകിൽ പാലം സ്ഥാപിക്കാൻ ബോർഡിന് ചെലവായത് 3 കോടി രൂപയാണ്. ഇന്ന് ഈ പാലം ഉപയോഗശൂന്യമായി ശബരിമലയിൽ കിടക്കുന്നുണ്ട്. 2005 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് നിലയ്ക്കലിലും പമ്പയിലുമായി 305 ഏക്കർ വനം ഭൂമി ദേവസ്വം ബോർഡിനായി ഏറ്റെടുക്കാൻ ശ്രമമുണ്ടായത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ദേവസ്വം പ്രസിഡന്റ് G. രാമൻ നായരും പ്രധാനമന്ത്രിയെ കണ്ടെങ്കിലും എതിർപ്പുണ്ടായതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. വനവൽക്കരണത്തിന്റെ പേരുള്ള പദ്ധതിക്കായി പിന്നീട് ഇടുക്കി കമ്പക്കല്ലിലാണ് ഭൂമി കണ്ടെത്തിയത്. ഇതിനായി ദേവസ്വം ബോർഡ് 7.5 കോടി രൂപ അഡ്വാൻസ് നൽകി. എന്നാൽ പിന്നീട് എന്തുണ്ടായെന്നോ അഡ്വാൻസ് തുക എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യം ഇന്നും അജ്ഞാതമാണ്. ശബരിമലയിലെ ജോത്സ്യ വിവാദവും UDF ഭരണകാലയളവിലായിരുന്നു. ഉണ്ണികൃഷ്ണ പണിക്കരെ എത്തിച്ച് പ്രശ്നപരിഹാരത്തിനായി കോടികളാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണസമിതി ദൂർത്തടിച്ചത്. സന്നിധാനത്തെ ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കണമെന്നും കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തി പുതിയത് പണിയണമെന്നും ജോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചതുവഴി കോടികൾ തട്ടുകയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമെന്നും പ്രചരിപ്പിച്ചു. ഉണ്ണികൃഷ്ണ പണിക്കരുടെ ഉറ്റ സുഹൃത്തും കന്നഡ നടിയുമായ ജയമാലയെയാണ് ഇതിനായി ഇവർ ഉപയോഗിച്ചത്. സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ ഉണ്ണികൃഷ്ണ പണിക്കർക്കെതിരെ ഒരു കേസും ഉണ്ടായിരുന്നു. VS ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമലയിലെ പാത്രങ്ങൾ വാങ്ങിയത് വഴി 1.81 കോടിയുടെ അഴിമതി നടന്നത്. ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായിരുന്ന VS ജയകുമാർ പാത്രങ്ങൾ വാങ്ങിയെന്ന പേരിൽ അഴിമതി നടത്തിയെന്നും ഭീമമായ നഷ്ടം വരുത്തിയെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കണ്ടെത്തി. ശബരിമലയിൽ പഴയ പാത്രങ്ങൾ ഉണ്ടായിട്ടും പുതിയ പാത്രങ്ങൾ വാങ്ങിയെന്ന് ബില്ലുണ്ടാക്കിയാണ് അഴിമതി നടത്തിയത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ നശിപ്പിച്ചതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാത്രം വാങ്ങിയതിൽ മാത്രമല്ല, ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ആന്ധ്രയിൽ നിന്ന് ശർക്കര വാങ്ങിയതിലെ കോടികളുടെ അഴിമതിയും പുറത്തു വന്നത്. ഇങ്ങനെ ശർക്കരയിലും പാത്രത്തിലും ഭൂമിയിലും പാലത്തിലും അടക്കം അഴിമതി നടത്തി ശബരിമലയെ മുടിച്ചവരാണ് കോൺഗ്രസ്. ഇവർക്ക് എന്ത് അധികാരം ശബരിമലയെ കുറിച്ച് മിണ്ടാൻ?